തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്റ്റാർ വാർ നടക്കുന്നത് ഏത് വാർഡിലാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് കുന്നുകുഴി വാർഡിലാണ്. അവിടെ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ വോട്ടർമാർക്ക് ഒരേ ഒരു ഉത്തരം, ബിനു ഐ പി. ബിനു ഐ പി ഇപ്പോൾ വിസ്മയ ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ബിനു ഐ പി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. 2015 മുതൽ 2020 വരെ മഹാപ്രളയകാലത്തും കോവിഡ് കാലത്തും കുന്നുകുഴി വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നു. കോർപ്പറേഷനിൽ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനായിരുന്നു. ബിനു ഐ പിയോട് തന്നെ ചോദിക്കാം. ബിനു, ഇലക്ഷൻ്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? ഇലക്ഷൻ്റെ പ്രചരണങ്ങൾ ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. കുന്നുകുഴി വാർഡിൽ ജനങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ്. ഒരുവിധം ഒന്നാം റൗണ്ട് ഏകദേശം പൂർത്തിയാവാറായി. 2 ദിവസം കൊണ്ട് മൊത്തത്തിൽ അത് പൂർണ്ണമാവും. ജനങ്ങളുമായിട്ട് കൂടുതൽ സംസാരിച്ചു. അവർക്ക് കഴിഞ്ഞ 2015-20 വരെ അവിടെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഏത് ആവശ്യത്തിനും അവർക്കൊപ്പം ഏത് സമയം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ആ കാലഘട്ടമാണ് കോവിഡും പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്തെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിനു ആ വാർഡിൽ സുപരിചിതനാണ്. ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ എല്ലാ നേരവും എല്ലാ സമയത്തും ഈവൻ കഴിഞ്ഞ 5 വർഷം കൗൺസിലർ അല്ലാതിരുന്നിട്ട് കൂടി അവിടെ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. മുഖം എല്ലാവർക്കും ഫെമിലിയറാണ്, രാഷ്ട്രീയവും ഫെമിലിയറാണ്. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷമാണോ പ്രതീക്ഷ? അതെ, ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ എന്നെ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് നല്ല പ്രതീക്ഷയുണ്ട്. എന്നാലും നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. നമ്മൾ ജനങ്ങൾക്കടുത്തെത്തുക, കാര്യങ്ങൾ പറയുക. 2015 ശേഷവും 2020 ശേഷവും അവിടെ വരുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ കൗൺസിലർ കൊണ്ട് നടക്കാതെ വരുമ്പോൾ അവർ എന്നെ വിളിക്കാറുണ്ട്. ആ കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം അവർക്കൊപ്പം നിന്ന് സഹായം നൽകി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുമുണ്ട്. അതൊരു ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് നടന്നു കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം കഴിയുമ്പോൾ നമുക്കൊരു ആത്മസന്തോഷം തോന്നും അവരുടെ കാര്യം. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവൻ ഒരു തെരുവ് നായ്ക്ക് പരിക്കേറ്റ് കിടന്നാൽ പോലും ബിനു അതിനെ എടുത്ത് ലാളിച്ച് ആശുപത്രിയിലെത്തിച്ച് അതിന് സുഖചികിത്സയൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു മനുഷ്യസ്നേഹി മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും ബിനുവിനൊരു ഇഷ്ടമുണ്ട്. ആ ബിനുവിനെക്കുറിച്ച് എതിർ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിയും UDF കേന്ദ്രങ്ങളും നിരന്തരം ഇല്ലാത്ത കഥകൾ, പ്രത്യേകിച്ച് അംഗൻവാടിയുടെ സംഭവം, അതുപോലെ ബണ്ടിൽ വെള്ളം കയറിയതിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അത്തരം അതായത് വ്യാജമായ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്? അവിടെ ഇപ്പം UDFകാർ അവിടെയുള്ള സ്ഥാനാർത്ഥി നുണപ്രചരണങ്ങൾ പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് നേരെ പോകുന്ന സ്റ്റൈലാണ്. എനിക്ക് നുണ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കേണ്ട കാര്യമില്ല. ഉള്ളതുപോലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. അംഗൻവാടി അവിടെ ഞാൻ 2015 കയറുമ്പോൾ അംഗൻവാടിയുടെ ഫോട്ടോ തെളിവ് വേണമെങ്കിൽ തരാം, എൻ്റെ കയ്യിലുണ്ട്. ആ അംഗൻവാടിയിൽ 2 കുട്ടികളാണുള്ളത്. അതുമാത്രമല്ല, അംഗൻവാടിയിലെ കതക് നേരെ അടയ്ക്കാൻ പറ്റില്ല. അവിടുത്തെ ജനലുകളുടെ കമ്പികൾ പൊട്ടിയ അവസ്ഥ. അപ്പോൾ സാമൂഹികരായിട്ടുള്ള ആളുകൾ രാത്രി ഇതിനകത്ത് സർക്കാർ കൊടുക്കുന്ന കൊച്ചുകുട്ടികൾക്കുള്ള ആഹാരം ഇത് മോഷണം നടത്തിക്കൊണ്ട് പോവുക. അങ്ങനത്തെ ഒരു വല്ല കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ അധികാരത്തിൽ ഞാൻ അവിടെ കൗൺസിലറായി വന്ന ശേഷമാണ് ആ 10 ലക്ഷം രൂപയൊക്കെയാണ് ആ അംഗൻവാടി നവീകരിച്ചത്. അംഗൻവാടി മാത്രമല്ല, എൻ്റെ വാർഡ് കമ്മിറ്റി ഓഫീസ് അതിനകത്ത് റൂമുമായി. അപ്പോൾ എന്നെ കാണാൻ വരുന്ന ആളുകൾ വാട്ടക്കിൽ പ്രദേശത്തിന് എന്നെ കാണാൻ വേണ്ടി ആ വാർഡിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും. ആ സമയം 22 കുട്ടികളായി. ആ 22 കുട്ടികൾ മാത്രമല്ല, അവിടെ വരുന്ന കൊച്ചു കുട്ടികൾക്ക് തൊട്ടടുത്ത എഞ്ചിനീയറിംഗ് കോളേജ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ മാസം അവർക്കുള്ള കളിപ്പാട്ടങ്ങൾ. സത്യം പറഞ്ഞാൽ കറണ്ടില്ല, വെള്ളമില്ല, കസേര പോലും ഇല്ലാത്ത അംഗൻവാടിയായിരുന്നു. അംഗൻവാടി എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് അവിടെ അന്ന് ഉണ്ടായിരുന്ന UDF കൗൺസിലർ ശ്രദ്ധിക്കാതെ കിട്ടുന്നത്. ഞാൻ വന്നേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കറണ്ട്, വെള്ളം, ആ ബിൽഡിങ്ങിന് കോർപ്പറേഷൻ പോയി സെക്രട്ടറി കണ്ട് പുതിയ TC ഇടിപ്പിച്ചു. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. ലോ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ ആ ഭിത്തിയിലൊക്കെ നല്ല കുട്ടികൾക്ക് ഇഷ്ടമായ കൗതുകം പറഞ്ഞ പടങ്ങൾ വരച്ചു. പിന്നെ ഈ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ എല്ലാം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ നല്ലവണ്ണം ഇത് വന്നപ്പോഴാണ് കുടുംബശ്രീ യോഗങ്ങളെല്ലാം അവരൊരു ആശയം വെച്ചു. അന്നാണ് ഈ മേയർമാരുടെ കോൺഫറൻസ് ഹാൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വിവിധ മേഖലയിൽ മേയർമാർ എത്തുമ്പോൾ അവർക്ക് കോൺഫറൻസ് ഹാൾ വേണം. ഒരു കോൺഫറൻസ് ഹാൾ വയ്ക്കാൻ ഇവിടെ ആശയം വെച്ചു. നല്ല അംഗൻവാടി, മേയർമാരുടെ കോൺഫറൻസ് ഹാൾ, ഹെൽത്ത് സെൻറ്റർ. യഥാർത്ഥത്തിൽ ഹെൽത്ത് സെൻറ്റർ ഇല്ല ഇവിടുത്തെ. നേരത്തെ ഞാൻ വരുമ്പോൾ ഹെൽത്ത് സെൻറ്റർ ഇല്ല. ഹെൽത്ത് സെൻറ്റർ കണ്ണമ്മൂലയിലായിരുന്നു. ഹെൽത്ത് സെൻറ്റർ അന്നുമില്ല. അപ്പോൾ ഹെൽത്ത് സെൻറ്റർ എന്നുള്ള പ്രോജക്റ്റ് കൊണ്ടുവന്നു. അത് ഏകദേശം നമ്മൾ ഇറങ്ങുന്ന 2019-20 കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നത്. ആളുകൾ അവിടുത്തെ കുടുംബശ്രീ ആളുകളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇത് ചെയ്തു. VK പ്രശാന്ത് വളരെ ആത്മാർത്ഥമായി അതിനകത്ത് ഇടപെട്ടു. ഈ അംഗൻവാടി പണി ഏറ്റുകൊട്ടെ ബോർഡൊക്കെ വെച്ച്
എല്ലാം കഴിഞ്ഞ് അംഗൻവാടിയുടെ പണി തുടങ്ങുമ്പോൾ ബാക്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് SC അപ്പോൾ ആ ബിൽഡിംഗ് പണിത് അംഗൻവാടി തൽക്കാലം അങ്ങോട്ട് മാറ്റാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ അതിന് പ്രത്യേക ഫണ്ട് അനുവദിച്ചു. അവിടെ കറണ്ടും വെള്ളത്തിന് കണക്ഷൻ കൊടുത്തു, അവിടെ ടൈലൊക്കെ പാകി അംഗൻവാടി താൽക്കാലികം അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ അത് ആ ബിൽഡിംഗ് നന്നായി. എന്നിട്ട് ഇത് പൊളിച്ചു തുടങ്ങിയപ്പോഴാണ് മേരി പുഷ്പ രംഗപ്രവേശനം ചെയ്ത് ഇവിടെ മേയറുടെ വീടാകാൻ പോവുകയാണ്. ഇവിടെ ഈ പാർക്ക് മൊത്തം പൊളിച്ചു മാറ്റും, ഇവിടെ വീതി കൂടും, ഇവിടെ വീടുകളെല്ലാം പോകും എന്നുള്ള നുണപ്രചരണം നടത്തി ആ പ്രോജക്റ്റിനെ സത്യം പറഞ്ഞാൽ മുടക്കുകയാണ് ചെയ്തത്. മേരി പുഷ്പത്തിനെതിരെ DYFIയും CPM ഒക്കെ നിരന്തരം സമരം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ചോദ്യം ചോദിക്കും. ഇപ്പോൾ ബാലഭാസ്കർ എന്ന് പറയുന്ന സംഗീത പ്രതിഭ, അദ്ദേഹം കുന്നുകുഴിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരുപാട് കാലം കുട്ടിക്കാലമെല്ലാം അവിടെയായിരുന്നു. ബിനോയ് പിയുടെ സുഹൃത്തു കൂടിയാണ്. ബാലഭാസ്കറിൻ്റെ ഒരു സ്മാരകം ലോ കോളേജ് ജംഗ്ഷനിൽ ബിനോയ് പിയും സുഹൃത്തുക്കളും ചേർന്ന് സ്ഥാപിച്ചിരുന്നു. അത് പുതുക്കി പണിയാനോ അങ്ങനെ എന്തെങ്കിലും പ്രോജക്റ്റ് ഇപ്പോൾ മനസ്സിൽ കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാര്യം ഞാൻ അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ബാലഭാസ്കർ താമസിക്കുന്ന കുന്നുകുഴിവാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അങ്ങനെ ഒരു പ്രതിമ വെക്കേണ്ടതെന്ന് അയച്ചു. അതിന് നമ്മൾ പരിചരിച്ചു പോയി. 5 വർഷവും പരിചരിച്ചു, അതിനുശേഷം പരിചരിച്ചു. പക്ഷേ പിന്നെ അതിനെ പരിചരിക്കാൻ പിന്നെ വന്ന കൗൺസിലർ പോലും തയ്യാറായില്ല എന്നുള്ള ഒരു ഗൗരവമായി കാണുക. അത് ഉറപ്പായിട്ട് അത് വരുമ്പോൾ അതിനകത്തുള്ള മാറ്റം, ഞാൻ വരുമ്പോൾ അതിനകത്തുള്ള മാറ്റത്തിൽ ഒന്ന് അത് തന്നെയായിരിക്കും, സംശയമൊന്നും വേണ്ട, ഞാൻ ഉറപ്പ് വരികയാണ്. ഞാൻ നേരത്തെ കണ്ടു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ IP ബിനു വളരെ പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിനെതിരെ നുണ പ്രചരിപ്പിക്കുന്ന മേരി പുഷ്പവും UDFും അതുപോലെ തന്നെ BJP ആളുകളുമൊക്കെ IP-യുടെ പ്രവർത്തനത്തിൻ്റെ 7 അയലത്ത് പോലും വരികയില്ല എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. പല ഘട്ടങ്ങളിലും ഞാൻ ബിനോയ് പിക്കൊപ്പം ബിനോയ് പിയുടെ വാർഡിൽ പോയിട്ടുണ്ട്. ബിനോയ് പിക്ക് അവിടെ ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ്. ഇവിടെ വികസനമോ നന്മയോ അല്ല മുദ്രാവാക്യം. പല ആളുകളും പലതും പറഞ്ഞു പരത്തുന്നു. എങ്കിലും ബിനോയ് പി മുന്നിൽ കാണുന്ന വികസനങ്ങളും ഇടത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നന്മയുമൊക്കെ കുന്നുകുഴിക്ക് വന്ന് ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിനോയ് പിക്ക് വിജയം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.